ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടേതൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് ലുലു മോളിലേക്കാണ്. ഞങ്ങൾ അടുത്ത മാസം ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ലുലു മോളിലേക്കാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഓൺ ദ വേ അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലു മാളിൽ അടുത്തേക്ക് ചെന്നപ്പോൾ നല്ല തിരക്ക്. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇന്നാണ് ലാസ്റ്റ് ഡേ ഓഫ് 50% അവിടെ ഓഫറിൻ്റെ ലാസ്റ്റ് ഡേ ഇന്നാണ്. ആദ്യം തന്നെ ഞങ്ങൾക്ക് ക്യാബിൻ ട്രോളി മേടിക്കണമായിരുന്നു. അതിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഞങ്ങൾ അമേരിക്കൻ ടൂറിസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ കുറച്ച് ട്രോളി നോക്കി. ഞങ്ങൾ ഈ ഡബിൾ വീലുള്ള ട്രോളി തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ ട്രോളി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രോളിയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഈ ബ്ലൂ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളർ ചോദിച്ചപ്പോൾ റെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റെഡ് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ട്രോളീസൊക്കെ നോക്കി. ഞങ്ങൾക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്ലൂ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതെടുത്തു. പച്ചച്ചിന് ഇനി ഒരു ട്രോളിയും കൂടി വേണം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തപ്പലിലാണ്. ഞങ്ങൾ കുറേ ട്രോളി കണ്ടു, പക്ഷേ ഒന്നും അങ്ങോട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടേ. ആദ്യം ഈ ബ്ലൂ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ ഒന്നും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഡബിൾ വീലുള്ള അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ക്യാബ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് വീലും എടുക്കാൻ നോക്കുക. ഒരു വീലിൽ നമ്മൾ വലിച്ച് വീലും പോവും, വലിച്ചങ്ങനൊക്കെ ഇല്ല. മൾട്ടിനാഷണൽ പോയിട്ടില്ല. ഈ ട്രോളി ശരിക്കും ലൈറ്റ് വെയിറ്റ് ആണ്, ബിലോ 2 kg ആണ്. അപ്പോൾ നമുക്ക് 7 kgs എന്നാണ് ക്യാബിൻ ട്രോളിയിൽ 7 kgക്കകത്ത് ഈ ട്രോളിയുടെ വെയിറ്റ് കുറവാകുമ്പോൾ നമുക്ക് അത്രയും കൂടി സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. പക്ഷേ മറ്റേ ട്രോളിയുടെ അത്ര ഇൻസൈഡ് സ്പേസ് കുറവായതുകൊണ്ട് ഞങ്ങൾ വേറൊരു ട്രോളി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ അവർ കാണിച്ചു തന്നെന്ന് വെച്ചാൽ ഈ ട്രോളിയുടെ ഫ്രണ്ടിൽ ലാപ്പ് വെക്കാനുള്ള ഒരു പൗച്ചും കൂടെ ഉള്ള ഒരു ട്രോളി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതായത് പിന്നെ ഈ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടി വേറൊരു ബാഗ് നമ്മൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ട്രോളിയിൽ തന്നെ ഈ ലാപ്ടോപ്പ് സേഫ് ആയിട്ടിരുന്നോളൂ. അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ ഒരു ട്രോളിയും പിന്നെ ഒരു സ്കൈ ബ്ലൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യം എടുത്തു വെച്ച ബ്ലൂവിനേക്കാൾ രണ്ടാമത് കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളൊരു സ്കൈ ബ്ലൂ ട്രോളി കണ്ടു. അപ്പോൾ ഞങ്ങൾ ആ 2 ട്രോളി സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടും തുറന്നെല്ലാം നോക്കി കുഴപ്പമൊന്നും ഇല്ലയെന്ന് അഷ്വർ ചെയ്തിട്ടാണ്. എൻ്റെ സ്കൈ ബ്ലൂ ട്രോളി തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടൊരു ട്രോളി ആയിരുന്നു. പിന്നെ എന്താ പറയുന്നത്, വാട്ടർ പ്രൂഫ് ഒരു പൗച്ച് ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് എന്തെങ്കിലും വെള്ളം നനയാൻ പറ്റാത്ത സാധനങ്ങളുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. ട്രോളിയൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങളൊരു ഐസ്ക്രീമും ഒരു കോഫിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു മക്ഫ്ലറിയുടെ ഐസ്ക്രീമും പപ്പ ഒരു കോഫിയും. അവർ രണ്ടുപേരും ഒരു കോൺ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ കോഫിയും ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് കിച്ചൺ സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു, കൊണ്ടുപോകാനുള്ള. ശരിക്കും ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. ഞങ്ങൾ ആദ്യം ഒരു കുക്കറാണ് നോക്കിയത്. ഞങ്ങൾ ഹോക്കിങ്സിൻ്റെ കുക്കറാണ് നോക്കിയത്. പക്ഷേ ഞങ്ങളുടെ കുക്കറിന് അവിടെ ടോട്ടലി 50% ഓഫർ കാരണം തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് അകത്തോട്ട് ഇടിച്ച് വേണമായിരുന്നു കയറാൻ. പക്ഷേ ഞങ്ങളുടെ ഒരു സാധനങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഓഫർ ഉണ്ടായിരുന്ന സാധനങ്ങളല്ല ഞങ്ങളൊന്നും എടുത്തത്. ഞങ്ങൾ ആദ്യം എടുത്തത് ഹോക്കിൻസിൻ്റെ ഒരു 4.5 ലിറ്റർ ഉള്ള ഒരു കുക്കറാണ് ഞങ്ങൾ എടുത്തത്. അതിനുശേഷം ഞങ്ങൾ വേറെയും കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചു. ഒരു പാല് തിളപ്പിക്കാൻ പറ്റുന്ന ഒരു ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസ് പാന്, പിന്നെ ഒരു ചട്ടുകം, പിന്നെ ടെഫാലിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പാത്രം, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രം, പിന്നെ ഒരു അപ്പച്ചട്ടി. ഇതെല്ലാം ഞങ്ങൾ വേഗം തന്നെ എടുത്തിരുന്നു. കാരണം തിരക്ക് കാരണം ബില്ലടിക്കാൻ നല്ല ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇതെടുക്കായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഈ ബ്രാൻഡ് ഞങ്ങൾ നോൾട്ടയുടെയാണ് അപ്പച്ചട്ടി എടുത്തത്. പിന്നെ സോസ് പാന് എന്തോ പ്രദീപ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അതും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ എടുത്ത സാധനങ്ങൾക്കൊന്നും 50% ഓഫറോ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് MRP തന്നെ കൊടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ എടുക്കാൻ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഡലിപ്പാത്രമാണ്. അവിടെ ആദ്യം ഇരുന്ന ഒരുപാട് വലുപ്പമുള്ള ഇഡലിപ്പാത്രമായിരുന്നു. പിന്നെ ഞങ്ങൾ തപ്പി നോൾട്ടയുടെ ഒരു ചെറിയ ഇഡലിപ്പാത്രം കണ്ടുപിടിച്ചു. 8 ഇഡലി ഒരേ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇഡലിപ്പാത്രം മേടിച്ചു. ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ച് കുറേ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ അവിടെ ഈ തിരക്ക് കാരണം സ്റ്റാഫ് എല്ലായിടത്തും ഒന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതിന് ശേഷം ഒരു ചോപ്പർ എടുത്തു. പെട്ടെന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേഗം ഈ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോപ്പർ എടുത്തു. ഞങ്ങൾ 2 പ്ലേറ്റ് എടുത്തു.
ഇതൊക്കെ അവിടെ കിട്ടും. ഞങ്ങൾ UK യിലായിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്ലേറ്റും അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തത്. ഞങ്ങളൊരു മിക്സിയും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ മിക്സി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു V-Guardൻ്റെ. പിന്നെ ഞങ്ങൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പ് എടുത്തു, ചോറ് വാർത്തിടാൻ പറ്റുന്ന ഒരു നെറ്റ് എടുത്തു. ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് കാര്യങ്ങളായിരുന്നു. അങ്ങനെ ബില്ലും അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി. അവിടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര തിരക്കും ക്യൂ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പുറത്ത് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ടവ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങളെല്ലാവരും അപ്പവും മമ്മി മാത്രം പൊറോട്ടയും പ്ലസ് ഞങ്ങളെല്ലാവരും ചിക്കൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ റോസ്റ്റ്, അപ്പ് പ്ലസ് നല്ല അടിപൊളി മഴയായിരുന്നു പുറത്ത്. ശരിക്കും എന്താ പറയണത്, മഴയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ കുഴപ്പമില്ലായിരുന്നു. മഴ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടെത്തി. ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.